നിങ്ങൾക്കെല്ലാം അറിയാം. ഉപ്പ ഹൈദറസ് കുടുംബത്തിൽപ്പെട്ടത്. അതൊക്കെ വലിയ 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 ആൾ വരുമ്പോൾ അവരെ മക്കൾ പിന്നെ ഇങ്ങനെ ആ പേരിൽ പ്രസിദ്ധപ്പെടുന്നതാണ് കബീലകൾ. ഏതായാലും ആ കബീലയെയും പരമ്പരയും ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകും. ഇത് ഞാനിങ്ങനെ ഊന്നി പറയുന്നത് ബിദ്അത്തിന്റെ കക്ഷികൾ ഇതിനെ ശക്തിയായി എതിർത്തിട്ട് അങ്ങനെ തങ്ങന്മാരെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, സയ്യിദന്മാരില്ല, അഹ്ലു ബൈത്ത് മുറിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞു നോക്കിയാലും പണ്ട് കാലത്ത് 10-30 കൊല്ലം മുമ്പ്, ഒരു 40 കൊല്ലം മുമ്പാണ് വലിയ ജോറായിട്ട് ഇവർ നോട്ടീസുമായിട്ടൊക്കെ വന്ന്. പക്ഷെ പമ്പ കടന്നുപോയി. ഒരൊറ്റ മനുഷ്യനും അത് സ്വീകരിച്ചില്ല. അങ്ങനെ അഹ്ലു ബൈത്തിനെ തള്ളി പറയാൻ, അഹ്ലു ബൈത്ത് ഇല്ല എന്ന് പറയാൻ ഈ ബിദ്അത്തുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹ്ലു ബൈത്ത് ഉണ്ട്, ഖിയാമത്ത് നാൾ വരെ അവരിവിടെ ഉണ്ടാകും എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ മുഴുവനും പറയുന്നു. അവർ വഫാത്തായി കഴിഞ്ഞാൽ ഒരടയാളം ഉണ്ടാക്കുന്നത് സുന്നത്താണ്. അതും മസലൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. മുസ്ലിയാക്കന്മാർ തന്നെ ഖബറിൻ്റെ മുകളിലുള്ള കുബ്ബ പൊളിച്ചു കളയണം എന്ന് പറയുന്നവരുണ്ട്. യുഹ്ദമോ അൽ ഖിബാബു, കുബ്ബകൾ പൊളിച്ചു കളയണം എന്ന് കാണുന്ന ഇബാറത്ത്, അത് ഏത് കുബ്ബയാണ് എന്ന് ചിന്തിക്കാതെ കുബ്ബ പൊളിക്കൽ ആവശ്യമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് സദസ്സിലുള്ള ഉലമാക്കളോട് അവർക്ക് പ്രത്യേകം അറിയാൻ വേണ്ടി ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ എഴുതിയ ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുഹ്താജ്, ശറഹുൽ മിൻഹാജ്. മിൻഹാജിൻ്റെ ശറഹായ തുഹ്ഫ അതെല്ലാ ആലിമീങ്ങൾക്കും അറിയാം. ഷാഫി മദ്ഹബിൻ്റെ വളരെ പ്രസിദ്ധമായ കിതാബാണ് ആ തുഹ്ഫത്തുൽ മുഹ്താജ്. അത്